അല്ലേടെ നീ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമല്ലേ ഇത്? ആദ്യത്തെ ക്രിസ്മസ്. അപ്പൊ എങ്ങനെ ആഘോഷിക്കാനാണ് പ്ലാൻ? പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നുമില്ല. എവിടെയെങ്കിലും പോകണം, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം, അങ്ങനെ ഒരു എന്താ പറയാ സാധാരണ ക്രിസ്മസ്. അപ്പം തലസ്ഥാനം പോയി ചില ഇടങ്ങളിൽ പോയിട്ട് വന്നാല? എവിടെ? ഒരു സ്ഥലം, ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. എവിടെയാണെന്ന് ഞാൻ വഴിയെ പറയാം. പോയാലാ? പോയിട്ട് വരാം. പാളയംപള്ളി മതസൗഹാർദ്ദത്തിന്റെ പാലം എല്ലാം ഉണ്ട്. മസ്ജിദ് ഉണ്ട്, അപ്പുറത്ത് ഗണപതി കോവിലുണ്ട് അല്ലേ? ക്രിസ്മസിന് പുൽക്കൂടില്ലാതെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല. എല്ലായിടത്തും അല്ലേ പുൽക്കൂടിൽ എങ്ങനെയുള്ള വെറൈറ്റീസ് ഉള്ളതാണ്. അപ്പൊ പാളയത്തെ പുൽക്കൂട് ഇങ്ങനെയാണ്. ഇനി അടുത്ത സ്ഥലം അങ്ങനെ അങ്ങനെ എല്ലായിടത്തും വ്യത്യസ്തമായ പുൽക്കൂടുകൾ അടക്കം കാണാൻ പറ്റും. കുറച്ച് കാഴ്ചകൾക്കപ്പുറം ചില ആളുകൾ കാണാം. അതല്ലേ നല്ലത്. പുതുപ്പള്ളി ഹൗസ് ചാണ്ടിയുടെ വീടല്ലേ? ചാണ്ടി കറക്റ്റ് ടൈമാണല്ലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ലീവ് ഒന്നുമില്ലല്ലോ. ലീവ് ഒന്നും അത് ശരിയാ, നിങ്ങളുടെ കഷ്ടപ്പാട്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ആഘോഷങ്ങളൊക്കെ ആഘോഷമൊന്നുമില്ല ഇപ്രാവശ്യം. ഇങ്ങനെ ക്രിസ്മസ് അതൊരു തോന്നലില്ല. പിന്നെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ പെട്ടെന്ന് ഈ മരിച്ചുപോയി മെനഞ്ഞാന്ന്. അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലൂമിനെസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ വലിയൊരു ആഘോഷമൊക്കെ പ്രതിപക്ഷ വന്നിട്ട് പുതുപ്പള്ളി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ മെനഞ്ഞാന്ന് മരിച്ചുപോയി. അപ്പോൾ ഞാൻ ലക്ഷദ്വീപിലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന് ഇന്നലെ അടക്കം കഴിഞ്ഞു. ഇനി സഞ്ചാരം 25-നാണ്. ഇവിടെ തന്നെയാണോ സാധാരണ ഉണ്ടാവുക? തിരുവനന്തപുരത്ത് ക്രിസ്മസിന് മിക്കവാറും വീട്ടിലാണ്. അല്ല, പുതുപ്പള്ളി ഹൗസിൽ. ഇത് എപ്പോഴും കൺഫ്യൂഷനാണ്. പുതുപ്പള്ളി എപ്പോഴും പറഞ്ഞിട്ട് അവിടെ വീടില്ല. ഇവിടെ വീടുണ്ട്. അത് മാത്രല്ല എല്ലാ ക്രിസ്മസിനും ഇവിടെ നല്ല തിരക്കായിരിക്കും. പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ ക്രിസ്മസിന് അങ്ങനെ നമുക്കൊരു ഹോളിഡേ മൂഡ്. അന്ന് മാത്രം അതേപോലെ ഉറപ്പായിട്ട് കാണും. വളരെ കുറച്ച് സമയങ്ങൾ മാത്രം ക്രിസ്മസിന് ഞങ്ങൾ പുതുപ്പള്ളി ആഘോഷിക്കും. എന്തായാലും നമ്മള് ഈ പറയുന്ന പോലെ കുറെ വിശേഷങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഒന്ന് വന്നതിൽ നിൽക്കാതെ ഇന്നതിൽ ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ക്രിസ്മസിന്റെ ആഘോഷമാണ്. കുടുംബമൊക്കെ ഇവിടെ തന്നെ പുതുപ്പള്ളി ഹൗസിൽ. എങ്ങനെയാ അമ്മ പഴയ ആ ക്രിസ്മസും ചാണ്ടി സാറുള്ള സമയത്തുള്ള ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അറിയാം. എന്തായാലും എങ്ങനെ തോന്നുന്നു ഇപ്പോൾ? ആ ക്രിസ്മസ് ആഘോഷമെന്ന് പറയാൻ പറ്റത്തില്ല. സമാധാനപരമായ ഒരു ക്രിസ്മസ്, പീസ്ഫുൾ ലവിങ് ക്രിസ്മസ്, ഒരു മെറി ക്രിസ്മസ് എനിക്ക് എൻ്റെ ഹൃദയം കൊണ്ട് സമ്മതിക്കത്തില്ല. ഇന്നലെ വൈകിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. മുഹമ്മദ് എൻ്റെ ഉള്ളിൽ കിടക്കൊക്കെ ചെയ്ത് രാത്രിയിലേ വന്നപ്പോഴേ എനിക്കിന്ന് ഒത്തിരി മിസ്സിങ്ങല്ലോ ഓക്കെ ആയി. എപ്പോഴും എല്ലാ കാലത്തും എന്തായാലും അത് പറ്റത്തില്ലല്ലോ, അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ക്രിസ്മസ് സമയത്തായിരിക്കും ഞങ്ങൾ ഒത്തിരി എനിക്ക് ക്രിസ്മസിനും ഓണത്തിനുമാണ് മിസ് ചെയ്യുന്നത് ഒത്തിരി. ആ സമയത്ത് എന്ത് തിരക്കിൻ്റെലൂടെ എത്തുക? ഞങ്ങള് ഈസ്റ്ററിനും പള്ളിയിൽ പോവും, പെസഹായ്ക്ക് ഒന്നിച്ച് പള്ളിയിൽ പോവും. ക്രിസ്മസ്, ഈസ്റ്റർ, സത്യത്തില് ആ സമയത്തായിരിക്കും കൂടുതലായി നമുക്ക് അവൈലബിൾ ആയി. അപ്പോഴേ ഒന്നിച്ചുള്ള ഒരു എല്ലാവരും കൂടെ ഒരു ഒത്തുകൂടലൊക്കെ ആകുമ്പോഴത്തേക്കേ ഒരു ഇപ്പം പക്ഷേ ചാണ്ടി ഒത്തിരി അതങ്ങ് ഈ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു പരിധിവരെ ആ കോമ്പൻസേഷൻ നടക്കുന്നുമുണ്ട്. ചാണ്ടിയാണ് കൂടുതലായും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും അതൊരു പുരുഷനും കൂടെ ആയതുകൊണ്ടേ കഥമുണ്ടും കഥശിഷ്ടം ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കഥമുണ്ടും കഥശിഷ്ടോടും അറിയാതൊരിത് വരുമല്ലോ. ചാണ്ടി ഇപ്പൊ കിട്ടാറില്ലേ? ചാടി എപ്പോഴും കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. അത്ര തിരക്കാണ് ഇപ്പൊ. ചാണ്ടിയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന മോനെ കുഞ്ഞിനെക്കാട്ടും ഒത്തിരി തിരക്കാണ്. 2 വർഷമല്ല അയാൾ MLA ആയിട്ട്. ഉമ്മൻചാണ്ടി 77 എന്നെ വിവാഹം കഴിക്കുമ്പോഴും MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷെ ആ തിരക്കിനെക്കാട്ടും ഒത്തിരി തിരക്കാ 2 വർഷം കൊണ്ട്. പിന്നെ എനിക്കെപ്പോഴും ചാണ്ടിയുടെ 1-2 കാര്യങ്ങൾ എന്നെ ഒത്തിരി ആശ്വാസം തരുന്നത്. ഞാൻ പലപ്പോഴും ഞായറാഴ്ച ദിവസം അവിടെ കാണില്ല, ചില ദിവസങ്ങളിൽ പുതുപ്പള്ളിയിലുണ്ട്. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഞെട്ടി നോക്കിയിട്ട് കുഞ്ഞാണോ നിൽക്കുന്നത്,
കുഞ്ഞിൻ്റെ ആൾക്കാരുടെ ഇങ്ങനെ കുഞ്ഞ് നിൽക്കുന്ന പോലെ ചാലുവ നിൽക്കുന്നു, കൊണ്ട് ഷർട്ട് കൊടുത്താണ്. പിന്നെ അവനും കല്ലറയെല്ലാം പോവും. ചിലപ്പോൾ ദിവസം നേരം പറ്റുമെങ്കിൽ വൈകിട്ടും പോകുന്നു. അപ്പം അതൊക്കെ എനിക്ക് വലിയ ആശ്വാസം തരുന്ന, പിള്ളേരെല്ലാം ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടോ, അത് ലിമിറ്റ് വരെയല്ലേ പറ്റുള്ളൂ, അത് പറ്റുന്നുണ്ട്. ചാണ്ടി ഇപ്പൊ ഓടി നടക്കുകയാണെന്നുള്ളതാണ്. എല്ലായിടത്തും ഓടി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിലും ഈ ഓട്ടം വളരെ പ്രധാനമായിട്ട് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. ഇത് എങ്ങനെയാ ഈ ഒരു ഓട്ടത്തിലേക്കൊക്കെ എത്തുന്നത്? എങ്ങനെയാ ഈ ഭാരത് ജോഡോ യാത്രയിലായി പണ്ടങ്ങനെ ഞാൻ ഓടുന്ന ഒരു ഇതില്ല. പക്ഷെ ഭാരത് ജോഡോ യാത്ര ഇത്രയും ദൂരം നടക്കണ്ടേ, നടക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബോറിംഗ് ആവുമ്പോഴാണ് ഒന്ന് ഓട്ടം ട്രൈ ചെയ്ത് നോക്കിയത്. അല്ല, സാധാരണ ഇതിലെ ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചാണ്ടിന്റെ ഇപ്പൊ കതർമുണ്ട്, പിന്നെ ഹെയർ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയായിട്ട് കമ്പയർ ചെയ്യും. അതെ, പിന്നെ ഓട്ടം പക്ഷെ ഒരിക്കലും ഉമ്മൻചാണ്ടി സാർ ഓടിയതായി കണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചാണ്ടി ഫാസ്റ്റ് വാക്കിംഗ് ഞാൻ പറയാം, ഭാരത് ജോഡോ യാത്ര നമ്മൾ ട്രൈ ചെയ്ത്. പിന്നെ നിലമ്പൂർ, പിന്നെ രണ്ടാമത്തെ ഒരു സ്ഥലം നോക്കിയത് ഇപ്പൊ ലോക്കൽ ബോഡി. നമുക്കൊരു ബോറിംഗ് ആകുമ്പോൾ ഒരു എനർജി കൂടുന്നു അവിടെ. അങ്ങനെ ഒരു വ്യത്യാസം. നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ സ്ലഗിഷ് ആയി പോകും. ചെറിയൊരു ഹെൽത്തും ആസ്പെക്ട് ഉണ്ടല്ലോ, പിന്നെ നമുക്കൊരു എനർജി കൂടുന്നപ്പോഴാണ് ഒരു. ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചാണ്ടിക്കും ഇപ്പോ അപ്പയുടെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ ക്രിസ്മസ് സീസണൊക്കെ? തീർച്ചയായിട്ടും ക്രിസ്മസിന് ഇവിടെ എല്ലാ വർഷം എന്തൊക്കെയാണെങ്കിലും ക്രിസ്മസിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡൽഹിയിൽ ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ മിക്കവാറും ക്രിസ്മസിന് തിരുവനന്തപുരത്താണ് ഞങ്ങൾ പിന്നെ ആഘോഷിച്ചില്ല പുറത്ത്. എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ കൂടി ഉണ്ടായിരുന്നു? എന്തൊക്കെയായിരുന്നു? ഒരു 9 മണി 10 മണിയാകും പോകും. അതായത് ക്രിസ്മസിന് പള്ളി പോയാലും പുള്ളി ഒരു 9-10 മണി ഭക്ഷണം കഴിച്ചിട്ട് പുള്ളി പുതുപ്പള്ളിക്ക് പോകും. അത് ഒരു റിച്വലായിട്ടാണ്. ചിലപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ട്, പക്ഷെ വളരെ കുറച്ച്. രാവിലെ എല്ലാവരും കൂടി ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ഒരു സംഭവം. ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സ് പരിചയക്കാരൊക്കെ പണ്ട് വരുമായിരുന്നു. പിന്നെ ഒരു അവസാനമായപ്പോൾ അത്രയും ആൾക്കാരങ്ങനെ നമ്മളെ വരാറില്ല. അവരവരുടെ ഫാമിലി എല്ലാവരും അങ്ങനെ ആയിരിക്കും. വളരെ ചുരുക്കം പേര് പിന്നെയും വന്നത്. ഓർത്തെടുക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്മസ് ദിനത്തിലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും സ്വാഭാവികം. ക്രിസ്മസ് ഞാൻ കൊച്ചായിരുന്നപ്പോഴേ ഒരു പ്രാവശ്യം ഞാനന്ന് പള്ളി മിസ് ചെയ്തു. അപ്പോൾ ഞാനങ്ങ് ഡിസ്റ്റർബ്ഡ് ആയി, പള്ളി പോകണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് എനിക്കിപ്പോഴും അത് വർഷമൊന്നുമല്ല. പിന്നെ അതിനൊക്കെ ഒത്തിരി മുമ്പ് ഈ സാന്റ ഗിഫ്റ്റ് ചെയ്തത് അപ്പൊ തന്നെ കൊണ്ടുവെക്കുന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തില് പുള്ളി കൊണ്ടിങ്ങനെ ഈ സാന്റ അത് അപ്പൊ വെക്കുന്ന കൊച്ചുകുട്ടിയല്ലേ, ഗിഫ്റ്റ് കൊണ്ട് വെക്കും. പള്ളിയിൽ പോകുമ്പോൾ 3 പേർക്ക് എടുത്ത് വെക്കും. അപ്പൊ ഈ അച്ചു കുറച്ചുകൂടി ഇൻക്വിസിറ്റീവാണല്ലോ. ഒരു 8 ക്ലാസ് കൊണ്ടായപ്പോഴത്തെ ചോദിച്ചു, ഇതെങ്ങനെ സ്റ്റൈൽ പെൻസിൽസ് ആരൊക്കെ സാധാരണ. പിന്നെ അത് ഞങ്ങൾ തുറന്നോണ്ടിരുന്നത് പിള്ളേർക്കൊരു ഇഷ്ടം. എനിക്ക് ഞാൻ ഇപ്പോൾ പിള്ളേരുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നതേ, ഓണത്തിനോ ക്രിസ്മസിനോ എല്ലാവരും പിള്ളേർക്കൊക്കെ ഉടുപ്പും മറ്റുള്ള ഗിഫ്റ്റ് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ, മിഠായിയോ സ്വീറ്റ്സോ. പക്ഷെ എൻ്റെ 3 പിള്ളേരും ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഉടുപ്പ് താന്നോ ഗിഫ്റ്റ് താന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുമില്ല. അതെനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ അതിശയമായിട്ട് തോന്നുന്നു. എബി ചോദിക്കാറില്ലെങ്കിൽ എബിക്ക് ആഗ്രഹമുണ്ട് കിട്ടുമെന്ന്. കൊച്ചുമോനല്ലേ ആരും കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് വേണ്ട ഗിഫ്റ്റുകൾ അവർ തന്നെ പോയി വാങ്ങുന്നതിലേക്ക് മാറിയല്ലോ. ഞാൻ ചാണ്ടി പിന്നെ ഇടയ്ക്ക് ഈ ക്രിസ്മസിന്റെ ഒക്കെ ഇതിങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ചാണ്ടി ഒരുപാട് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പാട്ടൊക്കെ പാടുന്നത് കണ്ടായിരുന്നു. 3 പേരെ പിന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് മറിയക്കുട്ടി മാത്രമേ ഗീതം വരെയോ എങ്ങാണ്ട് നന്നായിട്ട് തുടർന്നു. അച്ചു പറയും എനിക്ക് പാട്ട് പഠിക്കണം, ഡാൻസ് പഠിച്ചാൽ മതി. അച്ചു പറയും. ചാണ്ടി വീരനാ. ചാണ്ടി പറയും. പക്ഷെ സാറ് വരുമ്പോ പറയും, സാറേ ഞാൻ പഠിച്ചത് അമ്മയോട് പറഞ്ഞേക്കണേന്ന്. പക്ഷെ ചാണ്ടിക്ക് നല്ല പുറത്തുനിന്ന് ഏതൊക്കെയോ ഒരു പിന്നെ പുറത്തു പോയി പഠിക്കുന്ന സമയത്തുള്ള ഒരു പാട്ട് അങ്ങനെയൊക്കെ ഞാൻ ഇത് കണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇപ്പോഴും 1993 ഈ കോളനിയിൽ ഞങ്ങൾ ക്രിസ്മസ്
എവിടെ കാരോട്ടിന്റെ 92. അപ്പൊ ഞാനായിരുന്നു അതിനകത്ത് സാന്റ. അപ്പൊ മൊത്തം വീഡിയോയിലും പോയി സാന്റ ആയിട്ട് ഇതൊക്കെ ചെയ്തെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളിവിടെ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒരുമിച്ച്. അമ്മ ഈയിടെ ചാണ്ടി ഒരു പാട്ട് പാടിയത് അമ്പലപ്പുഴ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പുറമെ വേറൊരു ഗാനം കൂടി ഈയിടെ അതുമല്ല അയ്യൊക്കെ രീതിയിലേ ചാണ്ടി പോയപ്പോ അത് നമ്മളെ PC ആണ് അത് പാടി വീണ്ടും ഹിറ്റാക്കിയത്. അതിനുശേഷം പിന്നെ ചാണ്ടി പാടി, പിന്നെ അത് ഹിറ്റോടെ ഹിറ്റായി. അത് അമ്മ കേട്ടായിരുന്നോ? കേട്ടു. കൊള്ളായിരുന്നോ? പക്ഷെ അത് ഭയങ്കരമായിട്ട് വൈറലായി ആ സംഭവം, പാട്ട് പാടുന്നത് ആളുകൾ ഏറ്റെടുത്തു. ഭയങ്കര ഒരു ജനങ്ങളുടെ ഇടയിൽ വലിയൊരു കണക്ട് ഉണ്ട്. ഈ പണ്ട് കരോളിലൊക്കെ ഈ പറയുന്ന പോലെ സാന്റയൊക്കെ ആയിട്ട് പോകുന്ന സമയത്തും ചാണ്ടി ഈ പറഞ്ഞ കുറച്ച് കുസൃതിക്കാരനായിരിക്കും അല്ലേ? കുസൃതിക്കാരനല്ലായിരുന്നു ചാണ്ടി. എൻ്റെ വീട്ടിലെ കുഞ്ഞിൻ്റെ വീട്ടിലെ നിങ്ങളുടെ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ വീട്ടിൽ ഏറ്റവും ചെറിയ സന്തതിയാണ് ചാണ്ടി. അപ്പോൾ ഒരു അരിമയോട് വളർത്തിയാണ് ചാണ്ടി. ഇവിടെ തന്നെ ആണെങ്കിൽ ഞാൻ, അമ്മ എൻ്റെ സിസ്റ്റർ, പിന്നെ മറിയക്കുട്ടി, അച്ചു, ഡാലി എന്ന് പറഞ്ഞൊരു നമ്മുടെ പോറ്റമ്മോനുണ്ടായിരുന്നു ഇവിടെ 35 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ചാണ്ടിമോനെ ഇങ്ങനെ ഈ 3-4 സ്ത്രീകളെ ഇടക്കിടന്ന് അവര് സോഫ്റ്റ് സ്റ്റാൻഡിയുടെ ഉള്ളിൽ ഉണ്ട്. പിന്നെ ചാണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ? ചെയ്തിട്ടില്ല രണ്ടുപേരും. ആടിയോ? അത് ഇല്ലാത്ത എന്തൊക്കെയുണ്ട്. അല്ല, അച്ചു ആയിരുന്നു കുസൃതി. അപ്പം അച്ചു പക്ഷെ നല്ല കലാകാരിയായിരുന്നു. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ദാഗവല്ലിയെ പേടിയായിരുന്നു. ഇവിടെ അത് ലോഡ് ഷെഡിങ് ഉണ്ടല്ലോ പണ്ട്, ലൈറ്റ് പുള്ളിക്കാരൻ ദാഗവല്ലിയാവും. വിടമാട്ടേ കാണിക്കും പേടി. ചാടി ഓടും. പിന്നെ മറിയത്തിന്റെ ഓർമ്മ എങ്ങനെയാ ഈ പറയുന്ന ക്രിസ്മസും ഈ ഇതൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയാ? ഈ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ. ക്രിസ്മസില് അപ്പയായിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയില് ഞങ്ങള് ചിലപ്പം പോകത്തില്ല രാവിലെ ആണെങ്കിൽ, പോയില്ലെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചായിരിക്കും. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മരിക്കുന്നവരെ നമ്മളെല്ലാ ക്രിസ്മസിനും ട്രീയും സ്റ്റാറും പുൽക്കൂടും ഒക്കെ വെക്കുമായിരുന്നു. നാച്ചു വന്ന് മറ്റേ ക്രിസ്മസ് വില്ലേജ് അത് ഇതേപോലെ ഇലക്ഷന്റെ തലേ വർഷം ഈ സമയത്ത് പുള്ളിക്കാരത്തി ഈ ഒരു 10 വർഷം അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഇപ്പം അതൊക്കെ അവർക്കിടെ തന്നെ ഒരു വലിയ ചാണ്ടിമോനെ പണ്ട് ഇങ്ങനത്തെ ഓണവും ഞങ്ങൾ ആഘോഷിക്കും. ഓണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയണ്ട ബാക്കി. ക്രിസ്മസ് ആണ്, ഓണം കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ്. അപ്പൊ അത്തപ്പൂ ഇടും. അത്തപ്പൂട്ട് നല്ലതായിട്ട് അച്ചു ഇടും. അച്ചുവിട്ട് ചാടി ഓടി തട്ടി കളയും. അതാ ഞാൻ നേരത്തെ ചോദിച്ചു, കുസൃതിക്കാരനാണോ? കുസൃതിയല്ല ചാണ്ടി. ചാണ്ടി ഇപ്പൊ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മരിയ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ രാഷ്ട്രീയത്തിനോട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ ആദ്യം മുതലേ ചാണ്ടിക്ക് രാഷ്ട്രീയം വളരെയധികം ചെറിയ പ്രായം മുതലേ തൊട്ട് എനിക്കറിയാം. എന്റെ 90s ഈ ഒരു ഷോ ഉണ്ടായിരുന്നു, വേൾഡ് ദിസ് വീക്ക്. അതായിരുന്നു എന്റെ ഫേവറേറ്റ്. ഒരു 91 തൊട്ട് ഞാനത് അവസാനിക്കുന്നവരെ കണ്ടിരുന്നത്. അത് NDTV അന്ന് ദൂരദർശനിൽ അത് ചെയ്യുന്ന എനിക്ക് ഇപ്പോഴും. അപ്പം ഇറാഖ് വാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണെങ്കിലും നാഷണൽ പൊളിറ്റിക്സ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആളെന്ന് പറഞ്ഞാൽ, എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയാണ്. ഇവർ രണ്ടുപേരുമല്ല, ഇവരെക്കാട്ടി മേളിലാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ. കുട്ടിക്കാലം മുതലേ ഇപ്പോൾ രാജീവ് ഗാന്ധി ഒരു കഥയല്ല, നടന്ന സംഭവമുണ്ട്. ചാണ്ടിമോനില്ല കാർണ സ്കൂളിൽ പഠിപ്പായിരുന്നു, UKGയിലോ ഏതോ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ചാണ്ടിമോൻ്റെതായ ഒരു ക്രിസ്മസ് കാർഡാന്ന് തോന്നുന്നു. ക്രിസ്മസ് കാർഡ് രാജീവ് ഗാന്ധിക്ക് അയച്ചു. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ ഒന്നുമല്ല, സ്കൂൾ സ്റ്റുഡന്റ്. പിറ്റേന്ന് അതിന് പിന്നെ ഒരാഴ്ചക്കുള്ളിൽ മറുപടി വന്നു, ഇങ്ങോട്ട് അയച്ചു. അങ്ങനെ ആ ഒരു ബന്ധം കൂടി. പിന്നെ മോനങ്ങ്
അത് ഞാൻ UKG പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് സ്വന്തം നിലയിൽ തന്നെ രാജീവ് ഗാന്ധിക്ക് ക്രിസ്മസ് സ്വന്തം നില എന്ന് വെച്ചാൽ ഇതിൽ അയക്കുകയാണ്. പക്ഷെ എന്റെ അഡ്രസ് വെച്ചിരിക്കുന്നത് സ്കൂളിലെ അഡ്രസ്സാ. ഇവിടുത്തെ അത് അഡ്രസ് വെച്ചിട്ടില്ല, സ്കൂളിലെ അഡ്രസ് വെച്ച് അയക്കുക. അപ്പൊ അന്നും ഇഷ്ടം പുള്ളി ഭയങ്കര ഇഷ്ടം, എന്താണെന്നറിയില്ല, അന്ന് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുള്ളിക്ക് അയച്ച് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ മറുപടി വന്നു. ഈസ്റ്റർ ഇങ്ങോട്ട് അടുത്ത ഈസ്റ്റർ 1 വർഷം കഴിഞ്ഞാൽ തോന്നുന്നു, 1 വർഷം കൂടെ എന്റെ കൃത്യം എനിക്ക് ടൈം ഇതറിയില്ല. പക്ഷെ എന്തായാലും 1 വർഷത്തിനുള്ളിൽ ഇങ്ങോട്ട് കാർഡ് അയച്ചു. അപ്പൊ 2 കാർഡ് ഒരു പ്രധാനമന്ത്രി അയക്കുക എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനമന്ത്രിയുടെ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്റെ ഓർമ്മ ഇപ്പൊ ശരിയാണെങ്കിൽ രാജീവ് ഗാന്ധി മരിച്ചിട്ട് ചാണ്ടി നമ്മൾ കുറെ നേരം ചാണ്ടിയോട് എങ്ങനെ പറയുമോ ഇത് പുതുപ്പള്ളിയിലായിരുന്നു. എന്റെ ഓർമ്മ ശരിയാ, പുതുപ്പള്ളിയിലായിരുന്നു ഞങ്ങള്. പുതുപ്പള്ളിയിൽ വെച്ചാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറെ ചാണ്ടി അറിയിക്കാതിരിക്കലായിരുന്നു നമ്മുടെ ഒരു ശ്രമം. കുറെ നേരം അവൻ അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു രാജീവ് ഗാന്ധി. അറിയിച്ച സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. കുഞ്ഞിന്റെ അനിയൻ പെട്ട കുസിയാ പുള്ളി. ചാണ്ടി പോലെ ചാണ്ടി രാജീവ് ഗാന്ധി. നിങ്ങൾക്കൊക്കെ അറിയിക്കാൻ മടിയായിരുന്നു അവസാനം. ഞങ്ങളുമൊക്കെ ഞാനുമൊക്കെ ഭയങ്കര കരച്ചാണ്, വലിയ വായിലെ കരച്ച ഒരു സംഭവമാണ്. ഈ രാഷ്ട്രീയത്തിന് പുറമേ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ട്രാവലിംഗ് ഇഷ്ടമായിരുന്നു. ട്രാവലിംഗ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് പിന്നെ ലക്ഷദ്വീപ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ PM സൈദിന്റെ ഓർമ്മയ്ക്ക് പോയതാണ്. അദ്ദേഹം ഞങ്ങളുടെ ഫാമിലിയായിട്ട് വലിയ അടുപ്പായിരുന്നു. കാരണം ഫാദറുമായിട്ട് വലിയ അടുപ്പായിരുന്നു അദ്ദേഹത്തിന്. അവിടെ ഈ അണ്ടർ വാട്ടർ ഡ്രൈവിംഗ് ഉൾപ്പെടെ അങ്ങനെ കണ്ടായിരുന്നു. ഞാൻ സ്വിം ചെയ്യാൻ പോയായിരുന്നു. അത് കഴിഞ്ഞ് അണ്ടർ വാട്ടറും പോയി. ഞാൻ സ്വിം ചെയ്തപ്പോൾ ഞാൻ നേരത്തെ സ്വിം ചെയ്തിട്ടുണ്ട് കടലിൽ. അതുകൊണ്ട് ഞാൻ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ചാടിയത്. അതും ഒരു ഞാൻ പോയിട്ട് കൊല്ലത്ത്, കോഴിക്കോട്ട്, തിരുവനന്തപുരത്ത് 3 പ്രാവശ്യം കടലിൽ ചാടിയിട്ടുണ്ട്. ഒരു സാഹസിക പ്രിയം കൂടിയാണല്ലേ. മോനോട് മാത്രം നമ്മൾ കേൾക്കാണ് ചെയ്യുന്നത്. എങ്ങനെയാ ഈ കഥകളൊക്കെ കേട്ടിട്ട്? അപ്പയായിട്ടുള്ള ഒരു ഏറ്റവും മെമ്മറബിൾ ക്രിസ്മസ് എന്ന് വെച്ചാൽ അപ്പയുടെ അവസാനത്തെ ക്രിസ്മസ് നമ്മളെല്ലാവരും ഒരുമിച്ച് ബാംഗ്ലൂരിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാണ്. വളരെ നല്ലൊരു മെമ്മറിയാണ്. ചാണ്ടി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പിന്നെ വല്ലാതെ ആക്റ്റീവായിട്ട് കാണാറില്ല. ഉണ്ടല്ലോ, നമ്മള് ഫേസ്ബുക്കിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടി ഈ പോറ്റിയൊക്കെ എത്തിയ പാട്ട് അത് ഞാൻ എടുത്തിട്ടു. അത് കണ്ടത് 20 ലക്ഷം പേരാ 2 ദിവസം കൊണ്ട്. അതൊരു 19,000 അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ചാണ്ടി എപ്പോഴും ഈ ജനങ്ങൾക്കിടയിൽ തന്നെ അങ്ങനെ ആ രീതിയിലാണ് ചാണ്ടിയുടെ ഒരു ആഗ്രഹവും ചാണ്ടി ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ. കാരണം ഇവിടെ എപ്പോഴും ഈ വീട് ഒരിക്കലും empty ആയിരുന്നില്ല. ഈ വീട് എപ്പോഴും ഇവിടെ ആ ബെഡ്റൂം വരെ, അപ്പുറത്തെ ഓഫീസ് റൂം, ഈ സ്റ്റെപ്പിന്റെ ഇവിടെ ഒരു ആളുണ്ട്. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനൊരു കാര്യമാണ്. അതിപ്പോൾ ക്ലിഫ് ഹൗസ് ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ജീവിതകാലം മൊത്തം ഇങ്ങനെ ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് വ്യത്യാസമില്ല. ആളൊഴിഞ്ഞ് ഒന്നും ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു അല്ലേ? അന്നൊന്നും ഇത് നമുക്ക് അപ്പം വെറുതെ ഇരിക്കുന്ന സെക്കൻഡ് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സെക്കൻഡേ ഉണ്ടായിട്ടില്ല. ഈ അപ്പൊ ഒരു പക്ഷെ ഇത്രയും കാലം ഉണ്ടായി, ഇപ്പൊ 2 വർഷം ചാണ്ടിയാണ് അവിടെ. അപ്പോൾ എത്രത്തോളം പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഇപ്പോൾ തരുന്ന സ്നേഹം, നേരത്തെ നല്ല സ്നേഹം തരുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി MLA എത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു അത് വളരെ ഒത്തിരി എക്സ്പെക്ടേഷൻ വളരെ വലുതാണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ കൂടിപ്പോയതിലും എനിക്ക് അത്രയും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പുതുപ്പള്ളിക്ക് മാത്രമല്ല, പുതുപ്പള്ളിയിൽ പുറത്തും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ എനിക്ക് അങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു വിഷമം എനിക്കുണ്ട്. ചാണ്ടി സത്യത്തിൽ സാധാരണ ഒരു MLA ആണെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികളോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക. സാധാരണ അവർ ചെയ്യുന്നതിനേക്കാൾ മുകളിൽ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ചാണ്ടിക്ക് എപ്പോഴും കോമ്പറ്റീഷനായി വരുന്നത് ഉമ്മൻചാണ്ടി സാറായിരിക്കും. കാരണം എതിർ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലായിരിക്കുമല്ലോ അവിടെയുള്ള ജനങ്ങൾ ചാണ്ടിയെ കാണുക. അല്ല, നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. കാരണം എത്തത്തില്ല അവിടെ. പക്ഷെ 2 വർഷം കൊണ്ട് മുന്നേ ചെയ്തതിനെക്കാട്ടി അവർ കവർപ്പ് ചെയ്ത് കഴിച്ചു. ചാണ്ടി അതിനെക്കാട്ടി കൂട്ടി ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞ് എത്രയോ വർഷം കൊണ്ടല്ലേ. അമ്മ അങ്ങനെ എന്തെങ്കിലും വിമർശനമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ചാണ്ടിയോട് വിമർശനം പറയുന്ന ചാണ്ടി ഈശ്വര ഉമ്മൻചാണ്ടി ചാണ്ടിയുടെ വ്യത്യാസം വെച്ചാൽ ഉമ്മൻചാണ്ടിയോട് പറയാം, ഭിത്തിയോട് പറയുന്നത് ഒരുപോലെ ഉള്ളൂ. എന്ത് വേണേലും പറയാം, പക്ഷെ പിടി ഉൾക്കൊള്ളും, മറുപടി ഒന്നും പറയത്തില്ല. ചാണ്ടിവനാണെങ്കിൽ അതേ ഒരു അമ്മ എനിക്കൊരു സ്നേഹം തരണം, എനിക്കൊരു എപ്പോഴും എൻകറേജ് തരണം എന്നുള്ള ഒരാറ്റൂട. അപ്പൊ ഈയിടെയാണ് ചവിട്ടി പിടിച്ചു, ഞാൻ മാറ്റി പിടിച്ചു. അപ്പൊ ഇതെനിക്ക് ഇപ്പൊ ക്രിറ്റിസിസം ഒന്നും പറയാറില്ല. എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ടിങ് ആയിട്ട് പറയാം, അത് നന്നായി, ഇത് നന്നായി
നല്ല കാര്യങ്ങൾ മാത്രം പറയാം. അല്ലെങ്കിൽ അതിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാൻ വേണ്ടി കൊച്ചിലെ പിള്ളേർ 18 വയസ്സാകുമ്പോൾ ഞാനൊരു സ്ട്രിക്റ്റ് മദറായിരുന്നു. അവരെപ്പോഴും കുഞ്ഞിൻ്റെ വഴിക്ക് പോകുമ്പോൾ എനിക്ക് ഇവരെ ഈ വഴിക്ക് വിട്ടാൽ അവരൊന്നും ശരിയായി വരത്തില്ല. ചാണ്ടി ഏറ്റവും അധികം വിമർശനം കിട്ടിയത് പ്രതിപക്ഷത്തു നിന്നാണ്, LDFന്റെ ഭാഗത്തു നിന്നാണോ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്, ഇനിയിപ്പോൾ ഒരു വീട്ടുകാർ പറയുന്ന വിമർശനമാണ്? ഏതാണ് അങ്ങനെ കൂടുതലായിട്ട് എല്ലാ ദിവസവും ഉണ്ടല്ലോ, അത് ചെറുപ്പം തൊട്ടുള്ളതാണ്. അങ്ങനെ കണക്കാക്കുന്നത്? ഇപ്പൊ ഞാൻ നിർത്തി. അച്ചു ചാടിയൊന്നും അച്ചു പറയൂ, എനിക്കത് മണിക്കുട്ടി പറയത്തില്ലെന്ന്. മണിക്കുട്ടി ഒന്നും പറയോ? ചാണ്ടിക്ക് എന്താ അത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞപ്പോ എന്താ പറയാനുള്ളതിന് മറുപടി? ഒന്നും പറയില്ല. മൗനം, അനുവാദം, സമ്മതം. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അല്ലേ? അല്ല, കുറച്ച് നാളായിട്ടേ ഉള്ളു കേട്ടോ. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഇത്ര വയസ്സായ പിള്ളേരുടെയൊക്കെ ചാറ്റി പറഞ്ഞാൽ കുഞ്ഞു പോയി. അവർക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഒരു സ്നേഹമില്ല. പക്ഷെ അമ്മ ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയും, ഐ വോണ്ട് ടു ബി ജസ്റ്റ് മദർ. അതെ, ചാണ്ടി ഇപ്പൊ പറഞ്ഞത് വീട്ടിൽ നിന്നുള്ള വിമർശനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി പറഞ്ഞു സ്നേഹത്തോടെ മീൻസ് ഒരു ഇതിൽ മാറ്റാന്ന്. പക്ഷെ അല്ലാതെ വിമർശനം വരുമല്ലോ, അതിനെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ടും പലയിടത്തു നിന്ന് എനിക്കൊന്ന് ചാണ്ടി സാറിനൊക്കെ ഒരുപാട് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, എല്ലാവരോടും കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ചാണ്ടി അതിൽ നിന്നൊരു വ്യത്യാസം? സ്വാഭാവികമാണ്, നമ്മളിപ്പം എന്ത് ചെയ്താലും അതിനൊരു മറുവശം കാണാം. പക്ഷെ ഇവിടെ ബോധപൂർവ്വമായിട്ട് മറുവശം ഉണ്ടാകുമ്പോഴാണ് നമുക്കുള്ള ഇഷ്യൂ. കാരണം ഞാനിപ്പോൾ ഒരു പ്രസംഗം 5 വർഷം മുമ്പ്, എക്സാക്ട്ലി ജനുവരി 21, 22, 5 വർഷം മുമ്പ് നടത്തിയ ഒരു പ്രസംഗം ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞ വലിയ ഇഷ്യൂ ഉണ്ടായി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെയും പറഞ്ഞിട്ടില്ല. അത് പക്ഷേ അതൊരു ക്രിസ്ത്യൻ സമൂഹത്തെ ഞാൻ എതിർത്തു എന്നും പറഞ്ഞൊരു ട്വിസ്റ്റ് കൊടുത്ത് ഇനി ചാണ്ടി ഉമ്മർന്ന് വരെ വിളിച്ചു. അങ്ങനെ ഒരു നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്തിട്ടെടുത്ത് എന്തും പറയാം. ഇപ്പൊ അമ്മ പറഞ്ഞത് കട്ട് ചെയ്തെടുത്ത് ഇപ്പൊ എന്ത് വേണം പറയാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലോകമായി മാറിയിരിക്കുക. പക്ഷെ അത് ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലാത്ത അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും വിമർശനം വരുമോ? ഉമ്മൻചാണ്ടി സാറിന് ഇത്ര ഒരു വിമർശനം വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഭയങ്കര വിഷമമായിട്ടോ അങ്ങനെ എങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ അമ്മയോട്? അല്ല, അമ്മ കുഞ്ഞൊന്നും പറയുന്ന ഒരു ടൈപ്പായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി സന്തോഷമുള്ള നല്ല കാര്യങ്ങൾ, നല്ല പെർഫോമൻസ് ഒക്കെ നടന്നാലും ഒത്തിരി ദുഃഖം വരുന്ന വിമർശനം നാട്ടുകാർ പറഞ്ഞത് ഞങ്ങളെ കൂളാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഡിസ്കഷൻ ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞില്ല, പരസ്പരം ഒന്നും പറഞ്ഞിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ പറ്റും എന്നുള്ളത് എത്ര വിഷമമുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്നുകിൽ ഭാര്യയോട് അല്ലെങ്കിൽ അമ്മയോടൊക്കെ ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ കുഞ്ഞൊന്നും വന്നിട്ട് കുഞ്ഞു അങ്ങനെയൊന്നും പറയത്തില്ല, പറയുന്ന ടൈപ്പ് അല്ല. ഈയിടെ എനിക്ക് ചുമ്മാ ബുക്സുകൾ തപ്പി ഉമ്മൻചാണ്ടി ഒരു ഡയറി കിട്ടി, 2003 ഫുൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കും സ്ഥിരം ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കും. ഈ ഫുൾ ടൈം അടങ്ങിയിരിക്കുമ്പോഴും എന്തെങ്കിലും കഥകൾ ഇങ്ങനെ എനിക്ക് വായിക്കാൻ പറ്റില്ല. 2010 തോന്നുന്നു, ജനുവരി 1 ഞാൻ എൻ്റെ കഷ്ടാലത്തിന് പുള്ളിയെടുത്തി പോയി. അത് 11 മരണ വീട് മാത്രം ഈ ഫസ്റ്റ് ഡേ. ഒരു പ്രശ്നം പുള്ളിക്ക് അത് എല്ലാ മരണ വീട്ടിലും കയറി വളരെ ആശ്വസിപ്പിച്ചിട്ടാണ്. എനിക്ക് സത്യം പറയാൻ ഷോക്കായി. കാരണം ഫസ്റ്റ് ഒരു ഇയറിന്റെ തുടക്കത്തിൽ തന്നെ അതൊക്കെ അദ്ദേഹം എനിക്കിപ്പോഴും ഒരു മരണ വീട്ടിൽ കയറുമ്പോൾ എനിക്കൊരു വലിയ ട്രോമയാണ്. പ്രത്യേകിച്ച് ഈ മരണ വീട്ടിൽ അപ്പയുടെ മരണോടെ കഴിഞ്ഞപ്പോൾ അതെനിക്ക് വീണ്ടും ആ മെമ്മറി റിക്കർ ചെയ്യും. അപ്പോൾ എനിക്ക് ഈ മരണ വീട്ടിൽ പോകുന്നു പറയുമ്പോൾ എനിക്ക് വലിയൊരു ട്രോമയാണ്. എന്തായാലും ഇപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിലാണ്. ഇനി അടുത്ത ഒരു ക്രിസ്മസ് ആവുമ്പോഴേക്കെങ്കിലും ഒരു മന്ദിരത്തിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ. ഇതൊരു പഴയ മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി മന്ദിരമാണ്. അത് തന്നെ ഹാപ്പി. ഇവിടെ തന്നെ ആയിരിക്കും എന്തായാലും. ഈ തദ്ദേശമൊക്കെ കഴിഞ്ഞ ഒരു കൂടുതൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവില്ല എന്തായാലും അടുത്ത നിയമസഭയിലേക്ക് അല്ലേ? അല്ല, തീർച്ചയായിട്ടും വലിയൊരു ആത്മവിശ്വാസം പ്രവർത്തകർക്കും എല്ലാം വന്നിട്ടുണ്ട്. ഇനി വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമാണ് നമ്മുടെ ഒരു കൺസേൺ ഉള്ളത്. എന്തായാലും അടുത്ത നിയമസഭയിലും പുതുപ്പള്ളി തന്നെ കാണാം അല്ലേ? അല്ല, അത് പാർട്ടി തീരുമാനിക്കും മത്സരിക്കണോ വേണ്ടത്. തൽക്കാലം ഇവിടെ പുതുപ്പള്ളിയിൽ ജനകീയ MLA ആണ്. പിന്നെ അതിനകത്ത് അല്ലേ, കാരണം പുതുപ്പള്ളി തോന്നുന്നു ഈ ഒരു 2 വർഷം കൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡന്റോട് കൂടിയാണല്ലോ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ കുറേ വീടുകൾ വെക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഒരു ടർഫ് പണിഞ്ഞു. അങ്ങനെ ഒരു 10,000 കുട്ടികളോളം സ്കോളർഷിപ്പ് കൊടുത്തു. ചാണ്ടി ഒരൊറ്റ വാക്ക് ചോദിച്ചാൽ ചാണ്ടി എന്ന രാഷ്ട്രീയക്കാരനെ എങ്ങനെ ഓർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ? അല്ല, എൻ്റെ ഫാദറിൻ്റെ മെമ്മറി എങ്ങനെയാണോ അങ്ങനെ നോക്കും.
അതാണ് എൻ്റെ ആഗ്രഹം. ക്രിസ്മസിന് പ്രത്യേക വിഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഏത്തയ്ക്കാപ്പൂ, മുട്ടയും കേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അല്ല പക്ഷെ അപ്പയുള്ളപ്പോ നമുക്ക് കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ അപ്പയും ഇതിൽ കാണും. അപ്പൊക്ക് അങ്ങനത്തെ ആഘോഷം വരുമ്പോ അപ്പൊ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കും വീട്ടില്. ആരെങ്കിലൊക്കെ കാണും. ഇപ്പൊ നിങ്ങൾ നമ്മൾ കണ്ടപോലെ നമ്മളൊക്കെ ഇങ്ങനെ പതി ഞാനൊക്കെ ഇങ്ങനെ പതി എണീറ്റ് വരും എന്ന് പറഞ്ഞ അപ്പ വിളിച്ച് അപ്പൊ തന്നെ അതിലൊരു ഇൻട്രസ്റ്റ് എടുത്ത് ഓരോരുത്തരെ വിളിച്ച് അമ്മയാണെങ്കിൽ വാവേ വാ വാ അമ്മയെ റെഡി ക്രിസ്മസിനല്ലേ കേട്ടോ, അല്ല ക്രിസ്മസിനാണെങ്കിൽ എല്ലാരെയും വിളിച്ച് വാ അത് വലിയ പുള്ളിക്ക് വലിയ ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണം കഴിക്കും. ഓക്കെ, നമുക്ക് ഇറങ്ങാൻ. സേഫ് ജേർണി. ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഓടിക്കണം. അപ്പോൾ നമ്മളിറങ്ങാം. ഹാപ്പി ക്രിസ്മസ്. വെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ഓക്കെ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്.